അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഫellahmyworld. അപ്പോൾ ഇന്ന് നമ്മളുടെ 100ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അത് ഡോണറ്റ്സ് ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഒരു ഡോണറ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇളം ചൂടുള്ള 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഡ്രൈ ഈസ്റ്റാണ്. അതൊരു 2 ടീസ്പൂണും കൂടി ആഡ് ചെയ്തിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊരു 10 to 15 മിനിറ്റ്സ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മിൽക്ക് പൗഡർ, ഒരു എഗ്ഗ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാലിൻ്റെ മിക്സ് ഇല്ല, അത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. കുറച്ചൊരു സ്റ്റിക്കി പോലെ ആണെങ്കിലും പേടിക്കൊന്നും വേണ്ട, അതാണ് അതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല പെട്ടെന്ന് തന്നെ കുഴച്ച് എടുക്കാനും പറ്റും. ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞെടുത്തപ്പോൾ ഇതുപോലെ ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. അത് ഒന്നുകൂടി ഒന്ന് കുഴക്കുക. ഇനി ഇതൊരു 3 പോർഷനായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തില്ലേ, അതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. അത്രയും തിന്നാവാൻ പാടില്ല, കുറച്ച് കട്ടിയിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾക്ക് ഷേപ്പ് കട്ടർ ഉണ്ടെങ്കിൽ ഷേപ്പ് കട്ടർ ഉപയോഗിച്ചിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ചെയ്തതുപോലെ നമ്മൾ വലിയ ഒരു മീഡിയം സൈസ് മൂടി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നോസിൽസാണ്. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന നോസിൽസാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടും ഒരു സെൻറ്റർ ഹോൾ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാതും കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഇത് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് വലിയ പ്ലേറ്റ് എടുക്കുക. അതിലേക്ക് മൈദ ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡോണറ്റ്സ് ഒന്ന് നിരത്തി വെക്കുക. നിരത്തി വെച്ചിട്ട് നനവുള്ള തുണി വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇതൊരു 1/2 മണിക്കൂർ ഇതുപോലെ വെക്കണം. ഇത് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇപ്പോൾ ഇത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. ഒന്ന് ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്കിത് നേരെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതിവിടെ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത് നല്ല സിമ്മിൽ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇട്ട ഉടനെ പെട്ടെന്ന് തന്നെ കളറ് മാറിപ്പോവും. അപ്പോൾ ഇത് ഒരു സൈഡൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുക. ഞാനിപ്പോൾ കുറച്ച് ചോക്ലേറ്റാണ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം കൂടിയാൽ പെട്ടെന്ന് തന്നെ കളറ് മാറിപ്പോവും. അപ്പോൾ ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഷുഗർ പൗഡർ ആക്കി എടുത്തിട്ടുണ്ട്. അതിലൊന്ന് റോൾ ചെയ്തെടുക്കുക. ബാക്കിയുള്ളത് ഇതുപോലെ ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും. ഇപ്പോൾ ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് മേലെ ഒരു വൈറ്റ് ഇതായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാം വളരെ സോഫ്റ്റായിട്ടുള്ള ടെക്സ്ചറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോസും റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. ബൈ ആൻഡ് ടേക്ക് കെയർ.